السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، قال رسول الله صلى الله عليه وسلم: ما يوضع في الميزان يوم القيامة أثقل من خلق حسن. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, ഈ പ്രപഞ്ചത്തിന്റെ സഞ്ചാരത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു, അവർ ഇങ്ങോട്ട് തിരിച്ചും സ്നേഹിക്കുന്നു. അത്തരത്തിലുള്ള സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിന്റെ സഞ്ചാരത്തിന്റെ അടിസ്ഥാനം. എന്നാൽ അങ്ങനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം സൽ സ്വഭാവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നമ്മെ ഒരാൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൽ സ്വഭാവം വേണം. നാം മറ്റൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും സൽ സ്വഭാവം വേണം. എന്നാൽ എനിക്ക് സൽ സ്വഭാവമുണ്ട്, ആളുകൾ എന്നെ അംഗീകരിക്കാറുണ്ട്, ആളുകൾ എന്നെ കാണുമ്പോൾ പുഞ്ചിരി വിടർത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സൽ സ്വഭാവത്തിന് ഉടമയാണ് എന്നും വാദിച്ച് നടക്കുന്നവർ ശ്രദ്ധിക്കണം. ഇസ്ലാം സൽ സ്വഭാവത്തിന് 3 അടയാളങ്ങൾ പറയുന്നുണ്ട്. ആ അടയാളങ്ങളുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒന്നാമതായി പറയുന്നു, തബസ്സുമുക, നീ പുഞ്ചിരിക്കണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന മനുഷ്യരില്ലേ, അവരോട് നീ പുഞ്ചിരിക്കണം കേട്ടോ. ഇസ്ലാം പുഞ്ചിരിക്കാൻ പറയാണ്. രണ്ടാമതായി പറയുന്നത് എന്താ? നമ്മ ഇങ്ങോട്ടൊരാൾ ആക്രമിച്ചാൽ, ഇങ്ങോട്ടൊരാൾ നമ്മ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയാൽ തിരിച്ച് ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കണം. ഭർത്താവ് ബുദ്ധിമുട്ടാക്കിയാൽ ഭാര്യ സഹിക്കണം, ഭാര്യ ബുദ്ധിമുട്ടാക്കിയാൽ ഭർത്താവ് ക്ഷമിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചുകൊണ്ടുമുള്ള ജീവിതം സൽസ്വഭാവത്തിന്റെ അടയാളമായി ഇസ്ലാം രണ്ടാമതെന്നുള്ളൂ. മൂന്നാമതായി പറയുന്നു, ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒരാൾക്കും അനിഷ്ടമില്ലാത്തത് വല്ലതും ചെയ്യാതെ, എല്ലാവർക്കും ഇഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക. അത് സൽസ്വഭാവിയുടെ മൂന്നാമത്തെ അടയാളമാണ്. നാം ഒരു വീട് വെക്കുമ്പോ ആ വീട്ടിലേക്ക് നല്ല വഴിയുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കാറുണ്ട്, റേഞ്ച് ഉണ്ടോ എന്ന് നാം ചെക്ക് ചെയ്യാറുണ്ട്. ആ വീടുള്ള സ്ഥലത്ത്, വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം അത് വെള്ളമുള്ള സ്ഥലമാണോ എന്ന് നാം പരിശോധിക്കാറുണ്ട്. എന്നാൽ തൊട്ടടുത്ത അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുമോ, എന്റെ താമസം തൊട്ടടുത്ത അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് നാം ശ്രദ്ധിക്കാറില്ല. മുഅ്മിനീങ്ങളെ, ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ നാം ജീവിക്കാൻ പഠിക്കണം. അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. അങ്ങനെ സൽസ്വഭാവിയായി ജീവിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വൽസ്വഭാവമുള്ള നല്ല സ്വഭാവത്തിനുടമയാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. സെയ്ദ് ഇബ്നു അഖ്തം തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ സെയ്ദ് ഇബ്നു അഖ്തം തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു.
നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആദ്യം തന്നെ വെള്ളം കൊടുക്കും, നല്ല മധുരപാനീയം കൊടുക്കും. അങ്ങനെ തന്നെ സെയ്ദ് ബിനു അഖ്ദം തങ്ങളും റസൂലുള്ളാഹി തങ്ങൾക്ക് മധുരം പാനീയം കൊടുക്കുന്നു. ആ മധുരപാനീയത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങള് വെള്ളം കുടിക്കുമ്പോ വെള്ളത്തിലേക്ക് നോക്കണമെന്നുള്ള സുന്നത്തുണ്ടല്ലോ. അങ്ങനെ ഏതാ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് സെയ്ദ് ബിനു അഖ്ദം തങ്ങളുടെ മുടി ആ വെള്ളത്തിൽ പെട്ടുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങള് ആ മുടി കണ്ടു എന്ന് സെയ്ദ് ബിനു അഖ്ദം തങ്ങൾക്ക് മനസ്സിലായി. സെയ്ദ് ബിനു അഖ്ദം തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. വീട്ടിലേക്ക് വന്ന അതിഥിക്ക് കൊടുത്ത വെള്ളത്തിലുള്ളത് തന്റെ മുടിയാണ്. അതിഥി ആരാ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മധുരപാനീയത്തിൽ വെൽക്കം ഡ്രിങ്ക്സിൽ മുടി കുടുങ്ങി കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ സെയ്ദ് ബിനു അഖ്ദം തങ്ങൾ പരിഭ്രമിച്ചു പോയി. എന്നാൽ റസൂലുള്ള തങ്ങൾ ചെയ്തത് എന്താ? ആ മുടി അങ്ങ് എടുക്കുന്നു, എന്നിട്ട് മുടിയിലേക്ക് അങ്ങ് നോക്കിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടിക്കും ഈ മുടിയുടെ ഉടമക്കും നീ സൗന്ദര്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. റസൂലുള്ള തങ്ങളല്ലേ ദുആ ചെയ്യുന്നത്, പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നു. 90 വയസ്സുവരെ ജീവിച്ച സെയ്ദ് ബിനു അഖ്ദം തങ്ങളുടെ മുടി നരച്ചിട്ടില്ല, വാർദ്ധക്യം പിടിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിലെങ്ങാനും ഒരു മുടി കുടുങ്ങിയാൽ ഇല്ലാത്ത ബഹളമില്ല. മുടി കുടുങ്ങിയാൽ ഉടനെ വിളിക്കും ഭാര്യയെ, എടീ ഇവിടെ വാടി, എന്താടി കാണുന്നത്, ഇതിലെന്താ കാണുന്നത് എന്നും ചോദിക്കും. ഭാര്യ തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരൊറ്റ അടിയാ മോന്തക്ക്. അത്തരം കുടുംബമാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുത് മുഅ്മിനീങ്ങളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ക്ഷമിച്ചും സഹിച്ചുമുള്ള ജീവിതം അത് സൽസ്വഭാവത്തിന്റെ അടയാളമാ. അങ്ങനെ സൽസ്വഭാവിയായി ജീവിക്കണം. അത്തരക്കാരുടെ മഹത്വം എണ്ണിപ്പറയാൻ തിട്ടപ്പെടുത്തൂല. സൽസ്വഭാവമുള്ള ആളുകൾക്ക് വേറെ ഒന്നും വേണ്ട. അതാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മാ യൂദഉ ഫിൽ മീസാനി യൗമിൽ ഖിയാമത്തി അസ്ഖലു മിൻ ഖുലുഖിൻ ഹസൻ. സൽസ്വഭാവം മീസാൻ എന്ന തുലാസിലങ്ങ് വെച്ചാ ഭാരം കൂടും. നിസ്കാരം വെച്ചാലും നോമ്പ് വെച്ചാലും അതിന്റെ മേലെ സൽസ്വഭാവം വന്നു കഴിഞ്ഞാൽ ആ സൽസ്വഭാവത്തിന്റെ നന്മയുടെ തട്ടങ്ങ് താന്നു പോകും, ഭാരം കൂടിയിട്ട്. വേറെ ഒന്നും വേണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.